നിർമ്മലമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ വലിയ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോ വീട് വെക്കണം, കാർ വാങ്ങണം, അങ്ങനെ 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 എന്തെങ്കിലും ഉണ്ടോ? നിർമ്മലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു സ്വപ്നം ഇല്ലേ? ആന്റിയുടെ മനസ്സിലൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരൊറ്റ സ്വപ്നമോ? അതെന്താ അത്? ആന്റി നൊന്ത് പ്രസവിച്ച് നഷ്ടപ്പെട്ടു പോയ മകനെ തിരികെ കിട്ടണം. ആ മകന്റെ നാവിൽ നിന്ന് അമ്മയെന്നുള്ളൊരു വിളി കേൾക്കണം. അതാണ് ആന്റിയുടെ ഏറ്റവും വലിയ മോഹം. നോക്കി, അത് പറഞ്ഞപ്പോഴേക്ക് നിർമ്മലാമ്മയുടെ മുഖം വാടിയത് കണ്ടോ? ദൈവമേ, ദേ ആള് കരഞ്ഞും തുടങ്ങി. നീ ഒറ്റ ഒരുത്തിയാ നിർമ്മലാമ്മയെ കരയിച്ചത്. മാറി നിങ്ങോട്ട്. കരയാതിരിക്കെ, ഞങ്ങളൊരു തമാശക്ക് ചോദിച്ചല്ലേ. അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. നിധിമോള് പറഞ്ഞത് സത്യ. പക്ഷേ അതെന്റെ സ്വപ്നമല്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. എനിക്ക് എന്റെ മകനെ ഒന്ന് കണ്ടുപിടിക്കണം. നിറഞ്ഞ സ്നേഹത്തോടെ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. പിന്നെ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അവന്റെ മടിയിൽ തലചായ്ച്ച് കിടന്ന് എന്നേക്കുമായി കണ്ണടക്കേണ്ടി വന്നാലും പൂർണ്ണ തൃപ്തിയോടെ ആയിരിക്കും ഞാൻ ഈ മണ്ണ് വിട്ടു പോകുന്നത്. എന്തിനാ ആന്റി എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? ആന്റിയുടെ മോനെ ആന്റിക്ക് തന്നെ കിട്ടിയിരിക്കും, അതുറപ്പാ. നിർമ്മലാമ്മ സമാധാനപ്പെട്. ആ മകനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പിന്നെ പോകേണ്ടി വരില്ല. സന്തോഷത്തോടെ ആ മകനോടൊപ്പം ഒരുപാട് നാള് ജീവിക്കും. അക്കാര്യം എനിക്ക് ഉറപ്പാ. വസു, ഇനി എന്തേലും വേണമെങ്കിൽ എടുത്തു കഴിച്ചോളൂ. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ഏടത്തേക്ക് ഞങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കായിരുന്നില്ലേ? ഇനി എപ്പോ കഴിക്കാനാ? അതൊക്കെ ഞാൻ കഴിച്ചോളാം. എടാ, നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. അമ്മ ഇരുന്ന് കഴിക്കാൻ നോക്ക്. അമ്മേ, ഞാൻ ഈ വെള്ളം മുറിയിൽ കൊണ്ടുവച്ചിട്ട് വരാം. ഇനി പാത്രങ്ങൾ കൂടി കഴുകിയാൽ മതി. ബാക്കിയെല്ലാം ഒതുക്കിയിട്ടുണ്ട്. നീ കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. എങ്കിൽ ഇനി തിരികെ വരാൻ നിൽക്കണ്ട. നീ പോയി കിടന്നോ. ബാക്കിയൊക്കെ ഞാൻ ഒതുക്കിക്കോളാം. എങ്കിൽ ശരി, ഞാൻ പോട്ടെ. കഴിക്കേട്ടതി. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ. പിന്നല്ലാതെ ഞാൻ പിന്നെ നിന്റെ കൂടെ കട്ടിൽ കിടക്കണോ? അതിന് ഇനി എന്റെ മനസ്സ് അനുവദിക്കില്ല. എന്റെ പെറ്റമ്മ ആരാണെന്ന് പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി അറിയില്ലെന്ന് കള്ളം പറഞ്ഞ് അഭിനയിച്ച് ചതിച്ചവളാണ് നീ. നീ ഒന്ന് അരികെ കിടന്നാ പോലും എനിക്ക് പൊള്ളും. എന്തിനാ ഗൗത എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് കാണിക്കണം? നീ ചെയ്തത് മഹത് കർമ്മമാണെന്ന് പറഞ്ഞ് നിന്റെ കവിളി പിടിച്ച് ഉമ്മ തരണോ? ഇങ്ങനെ ദേഷ്യപ്പെടാനും വെറുക്കാനും വേണ്ടി വലിയ തെറ്റാണോ ഗൗതം ഞാൻ ചെയ്തത്?
ഏയ്, ആ.